എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികളുമൊത്ത് ഞാനൊരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഈ വ്ളോഗിൽ കാണിച്ചു തരുന്നത്. ആ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ബിൻസി വ്ളോഗ്സ് എന്ന് പറഞ്ഞ വേറൊരു ചാനൽ കൂടി എനിക്കുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഹസ്ബൻഡ് ഓഫീസിൽ പോയതിന് ശേഷം കുട്ടികളുമൊത്ത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിൻസീസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വ്ളോഗിലേക്ക് കിടക്കാം. ഞങ്ങൾ താമസിക്കുന്നത് സ്വീഡനിലാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രീ സ്കൂൾ ഒരു 2 മാസം മുന്നേ തുടങ്ങിയതാണ്. ഇവിടെ പ്രീ സ്കൂൾ എന്ന് പറയുന്നത് 1 വയസ്സ് തൊട്ട് എല്ലാവരും പ്രീ സ്കൂളിൽ വിടാറുണ്ട്. ഗവൺമെൻറ്റാണ് കുട്ടികൾക്ക് ഉള്ള പ്രീ സ്കൂളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. 6-ാം വയസ്സ് മുതലാണ് ഇവിടെ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് വരെ അവർ പ്രീ സ്കൂളിലായിരിക്കും. അവിടെ അങ്ങനെ വലുതായിട്ട് പഠനഭാരമോ അങ്ങനെയൊന്നുമില്ല. അവർ കളിച്ചാണ് വളരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റമാണത്. നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രീ സ്കൂള്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വ്ളോഗിൽ കുട്ടികളെ പ്രീ സ്കൂളിൽ വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായി, കുഞ്ഞുകുട്ടിയല്ലേ എന്തിനാണ് പ്രീ സ്കൂളിൽ വിടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റമാണത്. അപ്പോൾ നമ്മളെവിടെ ചെല്ലുന്നോ അവിടുത്തെ രീതി അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഈ വ്ളോഗിലേക്ക് കിടക്കാം. ഹസ്ബൻഡ് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോകാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം വീട്ടിൽ നിന്ന് കഴിക്കും, ചിലപ്പോൾ ഓഫീസിൽ നിന്നായിരിക്കും. ലഞ്ച് മിക്കവാറും കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവരെ കുളിപ്പിച്ച് ഒരുക്കി ഇരുത്തിയിരിക്കുകയാണ്. ഇതവരുടെ റൂമാണ്. അപ്പോൾ ഇവർ കുറേ നേരം ഇവിടെ ഇരുന്ന് കളിക്കും. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കണം. ക്ലീനിങ് ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ തുണി നനയ്ക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ സമയത്താണ് ഞാൻ കംപ്ലീറ്റ് ആക്കി വെക്കുന്നത്. ഓരോ ദിവസവും ഡിഫറെൻ്റാണ്. ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. നമ്മൾക്ക് സമയവും സന്ദർഭവും കിട്ടുമ്പോഴാണ് ഓരോ ജോലികൾ ചെയ്ത് തീർക്കുന്നത്. ഈ ബെഡൊന്ന് വിരിച്ചിടാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്താലും കുട്ടികൾ നമ്മുടെ കൂടെ വരും. അവർ വന്ന് അവരുടെ കളികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇനി ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ സമയമായി. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ഒന്നുകിൽ കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തി ആയിരിക്കും കൊടുക്കാറ്. അവരുടെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് 11 o'clock അവർ ലഞ്ച് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2:30. അപ്പം ഞാനിപ്പോൾ ആ സമയത്തൊക്കെയാണ് ഇവർക്കും വീട്ടിലും കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. അവർക്ക് കഴിക്കാനായിട്ട് ഞാനൊരു ആപ്പിളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആക്കിയിട്ടാണ് കൊടുക്കാറ്. 2 പേർക്കും സെപ്പറേറ്റ് പ്ലേറ്റുകളിലാക്കി കൊടുക്കും. ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേഫായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. ഇത് ഐക്കിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫുഡ് റൂട്ടീനകത്ത്. കുട്ടികൾക്ക് ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. നമ്മളെന്നും ഒരേ കളറിലെ പ്ലേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല പല കളേഴ്സ് അവർ പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് വീണ്ടും കളി തുടങ്ങി. അപ്പോൾ ഇവിടെ നല്ല വിൻ്ററൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും തണുപ്പ് ഒരുപാട് തുടങ്ങിയിട്ടില്ല. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ സ്നോ ഒക്കെ വീഴുന്നത്. അപ്പോൾ ഇന്നൊരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇവർ സ്കൂളിൽ പോവുകയാണെങ്കിൽ 9 to 3 ആണ് സ്കൂൾ ടൈം. അപ്പോൾ ആ സമയം അത്രയും എനിക്ക് ഫ്രീ ആണ്. ആ സമയത്താണ് ഞാൻ വീട്ടിലെ ക്ലീനിങ്ങും അതുപോലെ തന്നെ എൻ്റെ എഡിറ്റിംഗ് വർക്ക്സും ഒക്കെ അന്നേരമാണ് നടത്തുന്നത്.
ഇതിപ്പോൾ ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് ചൂലെടുത്ത് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ചൂലെടുത്ത് തൂപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് തൂക്കാനൊന്നും പറ്റില്ല, രണ്ടുപേർക്കും അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് ഇതുപോലെ ക്ലീനാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ അടുത്താളും ചെയ്യും. അപ്പോൾ ഒരാൾ ചൂലെടുത്തപ്പോൾ അടുത്താളും ചൂലെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ ആപ്പിൾ ഒരാൾ കഴിച്ചിട്ടുണ്ട്, ഒരാൾ 4 എണ്ണം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇത് തൂത്ത് ഒന്ന് വരാനായിട്ട് നോക്കുകയാണ്. നടക്കുമെന്നറിയില്ല. മിക്കവാറും ഞാൻ ഈ ജോലിയൊക്കെ ചിലപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്ത് തീർക്കും. അപ്പം ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവരുടെ സംഭാവനയാണ്. അപ്പോൾ ഇതിനി ഒന്ന് വാരിക്കളയണം. അപ്പോൾ വേസ്റ്റിൽ കളഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം ഞാനിന്ന് ഹസ്ബൻഡിന് ചോറ് കൊടുത്തു വിട്ടിട്ടില്ല. അപ്പോൾ രാവിലെ കുറച്ച് മടി പിടിച്ചപ്പോൾ ഒന്നും കൊടുത്തു വിടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കാർപ്പറ്റ് ഞാനിവിടെ ചെറിയൊരു വാക്യൂം ക്ലീനറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇത് എന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആകെ ഇതാണ്, കുട്ടികളുള്ളതല്ലേ, അപ്പോൾ എപ്പോഴും അത് അഴുക്കാവും. ഞാൻ ചോറ് വെക്കാനായിട്ട് പോവാണ്. നമ്മുടെ സാധാരണ പുഴുക്കലരി വെച്ചിട്ടാണ് ചോറ് വെക്കുന്നത്. ഇത് മട്ടയാണ്, കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള മീൻ ഇവിടെ ഉണ്ട്. ഇത് സാൽമൺ മീനാണ്. എപ്പോഴും ഫ്രഷ് മീൻ അങ്ങനെ കിട്ടില്ല, നമ്മൾ പോയി വാങ്ങണം. അപ്പം സാറ്റർഡേ സൺഡേ ആണ് വാങ്ങാൻ പോകുന്നത്, എപ്പോഴും പോകാറില്ല. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞാൾക്ക് ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ 2 പേരും കട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം നടക്കാറില്ല. അപ്പോൾ കുറേ ശ്രമിച്ചു, ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പുള്ളിക്കാരിയെ എടുത്തിട്ട് ഹോളിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ജോലിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാർട്ടൂണാണിത്, മാഷ. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ നോക്കുകയാണ്. ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ മാറ്റി വെക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞി അവർക്ക് വലിയ ഇഷ്ടമാണ്. ചോറ് ചിലപ്പോഴൊക്കെ അവർ കഴിക്കാറുള്ളൂ, അവർക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടെങ്കിലേ ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ മിക്കവാറും കഞ്ഞി കൊടുക്കാറുണ്ട് ഒരു സമയം. ഞാനിവിടെ ചോറ് ഊറ്റുന്നത് ഈ പാത്രത്തിലാണ്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് കുറച്ച് കഞ്ഞി ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ചോറിന് ഞാൻ ഇന്ന് ഒഴിച്ചുകറി ഒന്നും വെക്കുന്നില്ല, അപ്പം അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞി ഇപ്പോൾ കൊടുക്കുകയാണ്. അങ്ങനെ കൃത്യമായ ടൈം ടേബിൾ വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഫുഡ് കൊടുക്കുന്നത്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുമോള് കസേരയിട്ട് വാഷ് ബേസിനിൽ അവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാതെ എനിക്ക് ജോലിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പം ഫിഷ് ഫ്രൈയുടെ ഒരു വീഡിയോ ആണ് ഇത്, അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ ഞാൻ കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതിവിടെ കിട്ടുന്ന ഒരു ബീൻസാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റും ഒരു സുക്കീനിയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും.
അപ്പോൾ എന്തെങ്കിലും പച്ചക്കറികൾ ചെല്ലണമല്ലോ. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഓംലെറ്റിലും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഫിഷ് അവർക്ക് ഇഷ്ടമാണ്, ഒരാൾക്ക് ഇഷ്ടമാണ്, ഒരാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ തന്നെ കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മുട്ട ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 2 സ്പൂൺ ചോറ് കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേദിവസത്തെ ചിക്കൻ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. ഇനി കുഞ്ഞാൾക്ക് ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. ഇനി ഒരു 2 മണിക്കൂർ അവൾ നന്നായിട്ട് ഉറങ്ങും. ഇപ്പോൾ സമയം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് മൂത്ത ആൾക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. ഇനിയൊരു നിശബ്ദതയുടെ സമയമാണ്. നമ്മൾ മോൾക്കും അറിയാം ബഹളം വെക്കരുത്, വാവ ഉണരും. അപ്പോൾ നമ്മൾ വളരെ സൈലൻസിലാണ് ഇനി കാര്യങ്ങൾ. പാത്രം ഒന്നും അനക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കഴിച്ചിട്ട് അടുക്കള കുറച്ച് വൃത്തിയായിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. കാരണം അതിപ്പോൾ അനക്കിയാൽ കുഞ്ഞുണരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വൈകിട്ടാണ് കഴുകാറ്. മോൾക്ക് എന്തെങ്കിലും വരയ്ക്കാനായിട്ട് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വരച്ചു കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഇപ്പോൾ അവൾ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ചിലപ്പോൾ വീഡിയോസ് എടുക്കലും ഒക്കെ ഈ സമയത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 4:45 ആകുന്നുണ്ട്. അപ്പോൾ മൂത്താൾ പൊന്നു, അപ്പോൾ അവളും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ 4 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ രാത്രിയാകും. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ 2 പേരും ഇപ്പോൾ ഉറക്കമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ജോലികൾ പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തുണി എന്തെങ്കിലും മടക്കാനുണ്ടാകും, അല്ലെങ്കിൽ തുണി വാഷ് ചെയ്തിട്ട് വിരിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല മണമുള്ള മെഴുകുതിരികളാണ്. ലെമണിൻ്റെ ഫ്ലേവറുള്ള മെഴുകുതിരികളാണ്. നല്ലൊരു മണമാണ് വീടിനുള്ളിൽ മുഴുവനും. അപ്പോൾ 2 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ ഡ്രസ്സാണ്. കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ബിൻസി വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് കാണാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അടുക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എൻ്റെ കൂടുതൽ സമയം സേവ് ചെയ്യുന്നത് ഞാനിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനു മുൻപ് നല്ല കഷ്ടപ്പാടായിരുന്നു. ഇതിപ്പോൾ ഇളയാൾ ഉണർന്നു വന്നിട്ടുണ്ട്. മൂത്താൾ ഇപ്പോഴും ഉറക്കമാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബ്രെഡും പഴവും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടൊരു ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മോളെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മിക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് കുഞ്ഞുമോള് ഡിന്നറായിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബോൾസ് കൊടുക്കുകയാണ്, അതവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉറങ്ങി എണീറ്റ് കുറച്ച് നേരം ചെറിയൊരു നിർബന്ധമൊക്കെയാണ്. അത് കഴിയുമ്പോൾ പുള്ളിക്കാരി ആക്റ്റീവ് ആകും. ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി അവൾ നല്ല ആക്റ്റീവാണ്. അവളിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. അപ്പോൾ അച്ഛനും മക്കളും കൂടെ വൈകിട്ട് വന്നിട്ട് ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കയറ്റും. അതുപോലെ തന്നെ ഡിന്നറിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം കുട്ടികളൊത്തുള്ള. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ബിൻസി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വീക്കിലി ഞാൻ അവിടെ വ്ളോഗ് വീഡിയോസ് ഇടുന്നതാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്